നേഴ്സസിൻ്റെ ശമ്പള വർധനവ്. ഞാനിതിൻ്റെ ഒരു സാമ്പത്തിക വശം മാത്രം ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. 2018 അവസാനമായിട്ട് നേഴ്സസിന് സാലറി റിവിഷൻ ചെയ്തു കൊടുക്കുന്നത്. അതായത് ശമ്പളം 20,000 ആക്കി കൊടുത്തു. 2018 പെട്രോളിൻ്റെ വില എത്രയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 78 രൂപയായിരുന്നു. ഇന്ന് 105 രൂപയാണ്. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രശ്നം കാരണം ഇനിയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കൂടാനേ സാധ്യതയുള്ളൂ. ഇന്ത്യ പോലൊരു രാജ്യത്ത് എല്ലാ വർഷവും ശരാശരി 5% വരെ ഇൻഫ്ലേഷൻ ഉണ്ട്, അതായത് വിലക്കയറ്റം. 2019 5% ഉണ്ടായിരുന്നു, 2020 5%, 2021 5%, ഇങ്ങനെ തുടർച്ചയായ എല്ലാ വർഷങ്ങളിലും 5% വരെ വിലക്കയറ്റമുണ്ട്. ഈ ഉണ്ടാവുന്ന വിലക്കയറ്റത്തിന് ആനുപാതികമായൊരു ശമ്പള വർധനവ് നേഴ്സസിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. 1 ലിറ്റർ പാലിന് 2018 എത്ര രൂപയായിരുന്നു വിലയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 39 രൂപയായിരുന്നു. ഇന്ന് 60 മുതൽ 70 രൂപ വരെ ആവുന്നുണ്ട്. 1 കിലോ അരിക്ക് 2018 35 മുതൽ 40 രൂപ വരെയായിരുന്നു. ഇന്ന് 45 മുതൽ 55 രൂപ വരെ ആവുന്നുണ്ട്. ഇനി നമ്മുടെ LPG സിലിണ്ടർ ഉണ്ടല്ലോ, 2018 495 രൂപയുള്ളായിരുന്നു. ഇന്ന് 960 രൂപ വരെ ആവുന്നുണ്ട്. ഇനി പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ? പ്രൈവറ്റ് സ്കൂളിൻ്റെയൊക്കെ ഫീസ് 40 മുതൽ 80% വരെ വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? 2018 അപേക്ഷിച്ച് 50% വരെ കറണ്ടിന് വില വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് 1 യൂണിറ്റ് കറണ്ടിന് 109% വില വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി പച്ചക്കറിക്കാണെങ്കിൽ 50 മുതൽ 90% വരെ വില വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാവിധ സാധന സാമഗ്രികൾക്കും വിലക്കയറ്റമാണ്. ജീവിത ചെലവ് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 20,000 രൂപ തന്നെ നേഴ്സസിന് മതി എന്നാണോ പറയുന്നത്? 40,000 എന്ന അവരുടെ ആവശ്യം തികച്ചും ന്യായം തന്നെയാണ്. 40,000 ഒരു ലക്ഷറി ഒന്നുമല്ല, അതൊരു ബേസിക് നീഡ് മാത്രമാണ്. ഞാനിതിൻ്റെ സാമ്പത്തിക വശങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നേഴ്സസിന് ശമ്പളം കൂട്ടി കൊടുക്കാനായിട്ട് വേറെയും പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ജീവിത ചെലവിൻ്റെ വർധനവിനനുസരിച്ചുള്ള ശമ്പള വർധനവ് ആരോഗ്യ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ തൊഴിൽ മേഖലയിലുള്ളവർക്കും നിർബന്ധമായിട്ടും നടപ്പാക്കേണ്ടത് തന്നെയാണ്.